ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. വ്യാസഭാരതം കഥ കേൾക്കാം. വ്യാസഭാരതം ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് കൂടി കരുതട്ടെ. വ്യാസഭാരതം എഴുതിയത് മയ്യനാട്ട് CV കുഞ്ഞുരാമൻ. പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റോൾ, ശൃംഗപുരം, കൊടുങ്ങല്ലൂർ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഹരേ കൃഷ്ണ. പുസ്തകം 3, ദ്രൗപദി സ്വയംവരം 1, വാരണാവതം. രാജകുമാരന്മാർ യൗവനാരൂഢന്മാരായപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് യുധിഷ്ഠിരനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. സ്ഥിരചിത്തനും ധർമ്മതൽപരനും സത്യസന്ധനുമായ യുധിഷ്ഠിരൻ്റെ ഭരണ നിപുണതയെക്കുറിച്ച് സമസ്ത പൗരന്മാരും സംതൃപ്തന്മാരായി തീർന്നു. ശേഷിച്ച പാണ്ഡവന്മാർ ദിഗ്വിജയം ചെയ്ത് കുരുരാജ്യത്തിൻ്റെ വിസ്തീർണതയെയും ഐശ്വര്യത്തെയും വർദ്ധിപ്പിച്ചു. പാണ്ഡവന്മാരുടെ ശക്തിയും പ്രതാപവും വർദ്ധിച്ചു വരുന്നത് കണ്ട് ധാർത്തരാഷ്ട്രന്മാർക്ക് അവരുടെ നേരെ ഉണ്ടായിരുന്ന ആബാല്യസ്പർദ്ധ വർദ്ധമാനമായി തീർന്നു. പാണ്ഡവന്മാരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ധാർത്തരാഷ്ട്രന്മാർ തീർച്ചപ്പെടുത്തി. രാജ്യാവകാശം പാണ്ഡവശാഖയിൽ ലയിച്ച് തങ്ങൾക്ക് രാജ്യാവകാശം ഇല്ലാതായി തീരുമെന്ന് ഭയപ്പെട്ട് പാണ്ഡവന്മാരെ ഹസ്തിനപുരത്തിൽ നിന്ന് അകലെയാക്കണമെന്ന് ദുര്യോധനാദികൾ ധൃതരാഷ്ട്രരെ നിർബന്ധിച്ചു. വാരണാവതത്തിൽ ശിവോത്സവം നടത്തുവാൻ പോകണമെന്ന് ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനോട് ആവശ്യപ്പെട്ടു. പാണ്ഡവന്മാർക്ക് അതിന് നല്ല മനസ്സില്ലായിരുന്നു. എങ്കിലും പിതൃവാക്യം അലംഘനീയമായിരുന്നതിനാൽ അവർ പോകാമെന്ന് തന്നെ തീർച്ചയാക്കി. വാരണാവതത്തിൽ പാണ്ഡവന്മാരുടെ താമസത്തിന് പുരോചന ശില്പിയെ കൊണ്ട് ദുര്യോധനൻ നൂതനമായി ഒരു കോട്ട പണിയിച്ചു. കാഴ്ചയിൽ മനോഹരമായിരുന്നു എങ്കിലും ലാക്ഷാനിർമ്മിതമായിരുന്ന ആ കോട്ടയിൽ പാണ്ഡവന്മാർ താമസമുറപ്പിച്ച ശേഷം തക്കതായ ഒരു അവസരം നോക്കി അതിനെ പാണ്ഡവന്മാരോടുകൂടി തീ വെച്ച് നശിപ്പിക്കണമെന്നായിരുന്നു ദുർമോഹിയായ ദുര്യോധനൻ്റെ ഉദ്ദേശം. ഒരു സംവത്സരക്കാലം പാണ്ഡവന്മാർ വാരണാവതത്തിൽ താമസിച്ചു. ഒരു ദിവസം കുന്തിദേവി ഒരു അന്നദാനം നടത്തി. അതിനായി വന്നു ചേർന്ന പുരുഷാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു നിഷാദ സ്ത്രീയും അവളുടെ 5 പുത്രന്മാരും ഉണ്ടായിരുന്നു. സദ്യ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ രാത്രി അകാലമായിരുന്നതിനാൽ ആ നിഷാദ സ്ത്രീയും പുത്രന്മാരും കോട്ടയിൽ തന്നെ കിടന്നുറങ്ങി. പാണ്ഡവന്മാരിൽ ആരും തന്നെ ഈ വിവരം അറിഞ്ഞില്ല. സദ്യയുടെ ശ്രമത്താൽ എല്ലാവരും ക്ഷീണരായി ഗാഢനിദ്രയിൽ ലയിക്കുന്ന അവസരം നോക്കി കോട്ടയ്ക്ക് തീ കൊളുത്തണമെന്നുള്ള കരുതലോടുകൂടി പുരോചനൻ നേരത്തെ തന്നെ കോട്ടയുടെ ഒരു മൂലയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഭീമസേനൻ അവൻ്റെ ഉദ്ദേശത്തെ ഗ്രഹിച്ച് അവനെയും കൂടി അകത്തടിച്ച് കോട്ടയ്ക്ക് തീ കൊളുത്തി. പാണ്ഡവന്മാർ വിദുരോപദേശം അനുസരിച്ച് കോട്ടയുടെ അടിയിൽ കൂടി ഭൂമിയെ ഖനനം ചെയ്ത് നിർമ്മിച്ചിരുന്ന ഒരു ബിലമാർഗമായി രക്ഷ പ്രാപിച്ചു. എങ്കിലും ആ പാവപ്പെട്ട നിഷാദ സ്ത്രീയും അവളുടെ 5 പുത്രന്മാരും പുരോചനനും തീയിലകപ്പെട്ട് ദഹിച്ചുപോയി. അവരുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഹസ്തിനാപുരത്തിൽ കൊണ്ടുവന്ന് കണ്ടപ്പോൾ പാണ്ഡവന്മാരും അവരുടെ മാതാവായ കുന്തിദേവിയും അഗ്നിയിലകപ്പെട്ട് നാമാവശേഷരായി പോയി എന്ന് വിതുരരൊഴികെയുള്ള എല്ലാവരും തീർച്ചപ്പെടുത്തി. അടുത്ത ഭാഗം. ഹിഡിംബി ഭഗന്മാർ. ലാക്ഷാഗൃഹത്തിൽ നിന്ന് രക്ഷപ്രാപിച്ച പാണ്ഡവന്മാർ ഗംഗയെ തരണം ചെയ്ത് ഒരു വനാന്തരത്തിൽ കൂടി വളരെ കഷ്ടപ്പെട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു രാത്രി അവർ ഹിഡിംബൻ എന്ന മഹാരാക്ഷസൻ താമസിച്ചിരുന്ന ഗുഹയുടെ സമീപം ചെന്ന് വിശ്രമിച്ചു. ഭീമനെ കാവലിരുത്തിക്കൊണ്ട് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നരമാംസത്തിൻ്റെ ഗന്ധമേറ്റ് മനുഷ്യരാരെങ്കിലും സമീപമെത്തിയിട്ടുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് ചെല്ലുന്നതിന് ഹിഡിംബൻ തൻ്റെ സഹോദരിയായ ഹിഡിംബിയെ പറഞ്ഞയച്ചു. ഹിഡിംബി
പാണ്ഡവന്മാരുടെ സമീപം ചെന്നു. സുന്ദരനും ബലിഷ്ഠകായനുമായ ഭീമസേനനെ കണ്ട് അവൾ അദ്ദേഹത്തിൽ അനുരക്തയായി തീർന്നു. സഹോദരിയുടെ വിളംബഹേതു അന്വേഷിച്ച് പുറപ്പെട്ടു ചെന്ന ഹിഡിംബനെ ഭീമസേനൻ ദ്വന്ദ്വയുദ്ധത്തിൽ തോൽപ്പിച്ച് വധിച്ചു. അനന്തരം ഹിഡിംബിയെ ഭീമൻ കളത്രത്വേന സ്വീകരിക്കുകയും അവളിൽ അദ്ദേഹത്തിന് ഘടോത്കചൻ എന്നൊരു പുത്രൻ ജാതനാവുകയും ചെയ്തു. ഹിഡിംബവധം കഴിഞ്ഞ് പാണ്ഡവന്മാർ വീണ്ടും ദേശാടനം ചെയ്യുമ്പോൾ വ്യാസമഹർഷിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ച് ഏകചക്ര എന്നൊരു ഗ്രാമത്തിൽ അവർ താമസിച്ചു. കുന്തിദേവിയെ ഒരു ബ്രാഹ്മണാലയത്തിൽ ഇരുത്തിക്കൊണ്ട് പാണ്ഡവന്മാർ ബ്രഹ്മചാരികളെപ്പോലെ ഭിക്ഷാടനം കൊണ്ട് കാലക്ഷേപം ചെയ്തു വന്നു. അന്നന്ന് ഭിക്ഷ കിട്ടുന്ന വകകൾ അവർ അമ്മയുടെ അടുക്കൽ കൊണ്ടു ചെല്ലുകയും അമ്മ അത് മക്കൾക്ക് ഭാഗിച്ചു കൊടുക്കുകയും പതിവായിരുന്നു. ഒരു ദിവസം പാണ്ഡവന്മാർ ഭിക്ഷാടനത്തിന് പോയി വന്നപ്പോൾ അവർ താമസിച്ചിരുന്ന ആശ്രമത്തിൽ ഒരു വിശേഷ സംഭവമുണ്ടായി. ആ ആശ്രമത്തിന് സമീപം ഭഗൻ എന്നൊരു രാക്ഷസൻ താമസിച്ചിരുന്നു. ആ ദുഷ്ടൻ ഗ്രാമീണ ജനങ്ങളെ നിർദ്ദയമായി ഭക്ഷിച്ച് നശിപ്പിച്ചുകൊണ്ടിരുന്നു. നിശേഷ നാശത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ആ മഹാഭൂഭുക്ഷുവിന് ഭക്ഷണത്തിനായി ദിവസം പ്രതി ഒരു ശകടഭാരം ശാല്യാന്നത്തിന് പുറമെ 2 മഹിഷത്തെയും ഒരു മനുഷ്യനെയും അയച്ചു കൊടുക്കാമെന്ന് ഗ്രാമീണന്മാർ അവനുമായി കരാർ ചെയ്തു. ഈ കരാർ അനുസരിച്ച് ഓരോ ദിവസം ഓരോ വീട്ടുകാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാണ്ഡവാതിഥേയനായ ബ്രാഹ്മണൻ്റെ മുറ വന്നു. ബ്രാഹ്മണൻ തൻ്റെ സഹധർമ്മചാരിണിയോട് ദയനീയ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: "ഇന്ന് എൻ്റെ മുറയാണ്, എന്തു ചെയ്യാം? വിധിഹിതം ആർക്കും തടുക്കാവുന്നതല്ലല്ലോ. ബ്രാഹ്മണി, അങ്ങ് പോയാൽ വിധവയായിത്തീരുന്ന എന്നെയും സന്താനങ്ങളെയും രക്ഷിക്കാൻ പിന്നെ ആരാണ്? അതുകൊണ്ട് ഞാൻ പോകാം." മാതാപിതാക്കന്മാർ തമ്മിലുള്ള ഈ തർക്കം കേട്ട് മകൾ പറഞ്ഞു: "അച്ഛനും അമ്മയും പോകണ്ട, ഞാൻ പോകാം. എപ്പോഴായാലും ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടവളാണ്. ഇപ്പോഴേ പോയാൽ എന്നെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ഭാരവും നിങ്ങൾക്കൊഴിഞ്ഞു കിട്ടുമല്ലോ." കേവലം ബാലനായിരുന്ന മകൻ പറഞ്ഞു: "അച്ഛാ, ഞാൻ പോയി പത്തലുകൊണ്ട് ആ ബ്രഹ്മരക്ഷസിനെ തല്ലിക്കൊന്നു കൊണ്ടുവരാം." ഈ സംഭാഷണം കുന്തിദേവി അടുത്ത ഒരു അറയിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദേവി അവരുടെ അടുക്കൽ ചെന്ന് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം പറഞ്ഞു: "നിങ്ങളിൽ ആരും ഇന്ന് പോകേണ്ട. എനിക്ക് 5 മക്കളുണ്ട്. അവരിൽ ഒരാളെ നിങ്ങൾക്ക് പകരം അയച്ചു കൊള്ളാം." ബ്രാഹ്മണിയും ബ്രാഹ്മണനും ആദ്യം അതിന് സമ്മതിച്ചില്ല. എന്നാൽ ദേവി അവരെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. അനന്തരം കുന്തിദേവി ഭീമനോട് ഈ വിവരം പറഞ്ഞു. ബകാസുരന് പതിവുള്ള ഭക്തവും ശകടത്തിൽ കയറ്റി ഭീമൻ ഉത്സാഹത്തോടെ തിരിച്ചു. ഭഗൻ പതിവനുസരിച്ച് ഭക്ഷണം വരുവാൻ അന്ന് അല്പം താമസിച്ചതുകൊണ്ട് ക്ഷുധാർത്തനായി കോപിച്ചിരിക്കുകയായിരുന്നു. ഭീമൻ ഭക്തം കൊണ്ടുചെന്ന് അവന് കൊടുക്കാതെ അവൻ്റെ മുമ്പാകെ കൊണ്ടുചെന്ന് വെച്ച് ഉരുളുകളാക്കി വിഴുങ്ങി തുടങ്ങി. ഭഗൻ അത് കണ്ട് കോപാന്ധനായി ഭീമനെ നിഗ്രഹിക്കുവാൻ പാഞ്ഞടുത്തു. ഭീമൻ മുഷ്ടിയുദ്ധം കൊണ്ട് അനായാസേന അവനെ നിഗ്രഹിച്ചു. ഈ വിവരമറിഞ്ഞ് ഗ്രാമവാസികളെല്ലാം സന്തോഷിക്കുകയും ഭീമസേനനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അടുത്ത ഭാഗം സ്വയംവരോദ്യമം. പാണ്ഡവന്മാർ ഏകചക്രയിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ പാഞ്ചാല രാജാവിൻ്റെ പുത്രിയായ ദ്രൗപദിയുടെ സ്വയംവര വൃത്താന്തം അവിടെ വന്നു ചേർന്ന ബ്രാഹ്മണരിൽ നിന്ന് അറിവാനിടയായി. പാഞ്ചാലന് ദ്രോണാചാര്യരിൽ നിന്ന് സംഭവിച്ച പരാഭവം ആ അഗ്രണി വിസ്മരിച്ചില്ല. പ്രതികാര ബുദ്ധിയോടുകൂടി ദ്രോണരെ വധിക്കുവാൻ പ്രാപ്തനായ ഒരു പുത്രനെ ലഭിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഒരു മഹായാഗം നടത്തി. അതിൻ്റെ ഫലമായി ദൃഷ്ടദ്യുമ്നൻ എന്നൊരു പുത്രനും
കൃഷ്ണ എന്നൊരു പുത്രിയും അദ്ദേഹത്തിന് സന്താനങ്ങളായി ലഭിച്ചു. കൃഷ്ണവർണ്ണം കൊണ്ട് കൃഷ്ണ എന്നുകൂടി പേരുണ്ടായിരുന്നു ദ്രൗപദിക്ക്. അർജുനൻ ഭർത്താവായാൽ കൊള്ളാമെന്നായിരുന്നു ദ്രുപദൻ്റെ മോഹം. അതിനാൽ അദ്ദേഹം അർജുനനെ പോലുള്ള ഒരു വില്ലാളിക്കല്ലാതെ മറ്റാർക്കും തന്നെ ഭേദിക്കുവാൻ നിർവാഹമില്ലാത്ത ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അതിനെ താൻ തീർത്തുവച്ചിട്ടുള്ള ഒരു വില്ലിൽ ജ്യാരോഹണം ചെയ്ത് ഭേദിക്കുന്ന ആൾക്കു മാത്രമേ ദ്രൗപദിയെ കൊടുക്കുകയുള്ളൂ എന്ന് തീർച്ചയാക്കിയിരുന്നു. ഈ വിവരവും ദ്രൗപദിയുടെ സൗന്ദര്യശീലാദി ഗുണങ്ങളും ബ്രാഹ്മണർ വർണ്ണിച്ച് കേട്ടപ്പോൾ സ്വയംവര മഹോത്സവം കാണാൻ പോകണമെന്ന് പാണ്ഡവന്മാർക്കും മോഹമുണ്ടായി. ദ്രൗപദിയുടെ സ്വയംവരത്തിന് പാഞ്ചാല രാജാവിൻ്റെ പ്രസിദ്ധിക്കും പ്രതാപത്തിനും അനുരൂപമായ സംഭാരങ്ങൾ ഒരുക്കി തുടങ്ങി. രാജധാനിയുടെ വടക്കുകിഴക്കേ ഭാഗത്തുള്ള വിശാലമായ ഒരു മൈതാന പ്രദേശത്ത് പന്തയ പരീക്ഷയ്ക്കുള്ള സ്ഥാനം നിശ്ചയിച്ച് അതിൻ്റെ ചുറ്റും സ്വയംവരത്തിന് വന്നു ചേരുന്ന രാജാക്കന്മാർക്കും കാണികൾക്കും വിശ്രമിക്കുവാനായി അതിവിശാലങ്ങളും അത്യുന്നതങ്ങളുമായ പന്തലുകളും നെടുംപുരകളും കെട്ടിയുണ്ടാക്കി. വിശേഷവർണ്ണത്തിലുള്ള പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് പന്തലുകൾ വിതാനിച്ച് പുഷ്പമാല്യങ്ങളും തോരണങ്ങളും തൂക്കി അലങ്കരിച്ചു. പന്തലുകളിലേക്കുള്ള പ്രവേശനദ്വാരങ്ങളിൽ വിചിത്രങ്ങളായ ആർച്ചുകളും കോണിപ്പടികളും ഉണ്ടാക്കി. തറയിൽ നാനാവർണ്ണ വിചിത്രങ്ങളായ രത്നകമ്പളങ്ങൾ വിരിച്ചു. വാതായനങ്ങളിലും വാതിലുകളിലും കസവുകൊണ്ട് വിചിത്ര വേലകൾ ചെയ്തിട്ടുള്ള യവനികകൾ തൂക്കി. ചന്ദനം, പനിനീർ മുതലായ സുഗന്ധദ്രവ്യങ്ങൾ തളിച്ച് വായുവിനെ ശീതളവും സുരഭിലവുമാക്കി തീർത്തു. സ്വയംവര ദിവസം പ്രഭാതമായി. രാജധാനിയിൽ ഭേരിനീനാദവും ശംഖധ്വനിയും മുഴങ്ങി. സ്വയംവരത്തിൽ സംബന്ധിക്കുവാനായി നാനാ രാജ്യങ്ങളിൽ നിന്നും വന്നു ചേർന്നിരിക്കുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ചെന്ന് നിരന്നു. സന്ദർശകന്മാരായി വന്നിരുന്ന ബ്രാഹ്മണർ രാജാക്കന്മാരുടെ പംക്തിക്ക് സമീപവും മറ്റു പുരുഷാരങ്ങൾ അവരവർക്ക് യഥായോഗ്യം നിശ്ചയിച്ചിരുന്ന സ്ഥലങ്ങളിലും നിരന്നു. മംഗളസ്നാനം കഴിഞ്ഞ് വിശേഷ വസ്ത്രങ്ങളും ധരിച്ച് സർവാഭരണഭൂഷിതയായി വരനെ ധരിപ്പിക്കുവാനുള്ള ധവളമായ മന്ത്രകോടിയും വരണമാലയും കനകത്താമ്പാളത്തിൽ വെച്ച് പാണിപത്മത്തിൽ വഹിച്ചുകൊണ്ട് വിശ്വൈക സുന്ദരിയായ ദ്രൗപദി സഖിമാരോടുകൂടി മന്ദം മന്ദം രാജസദസ്സിൽ പ്രവേശിച്ചു. ഹോമാഗ്നിയെ ജ്വലിപ്പിച്ച് പുരോഹിതന്മാർ വേദമന്ത്രങ്ങൾ ജപിച്ച് മംഗളാശംസ ചെയ്തു. ദ്രൗപദിയുടെ സഹോദരനായ ദൃഷ്ടദ്യുമ്നൻ സദസ്സിൽ പ്രവേശിച്ചു. ശംഖമൃദംഗാദി വാദ്യഘോഷങ്ങളും ഭേരീരവവും നിർത്തി സദസ്സ് പ്രശാന്തമാക്കിക്കൊണ്ട് സദസ്യരെല്ലാവരും വ്യക്തമായി കേൾക്കത്തക്കവണ്ണം തൻ്റെ പിതാവിൻ്റെ നിർദ്ദേശത്തെ ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു. ഈ ഇരിക്കുന്ന വില്ലിനെയും ആകാശത്തിൽ തൂക്കിയിരിക്കുന്ന യന്ത്രപക്ഷിയെയും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ വില്ലിൽ തൊടുത്ത് 5 ശരങ്ങൾ യന്ത്രസുഷിരത്തിൽ കൂടി അയച്ച് ലക്ഷ്യത്തെ ഭേദിക്കുന്ന ഉത്കൃഷ്ട കുലജാതനെ ദ്രൗപദി സ്വയം വരിക്കുന്നതാണ്. അനന്തരം ദൃഷ്ടദ്യുമ്നൻ ആ സദസ്സിൽ സന്നിഹിതന്മാരായിരുന്ന രാജാക്കന്മാരിൽ ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ച് അവരെ കുലബല മഹിമാദികളെ തൻ്റെ സഹോദരിക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത ഭാഗമായ ലക്ഷ്യഭേദനം എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.